നമസ്കാരം. ഓം നമ ശിവായ. നമ്മുടെയൊക്കെ ജന്മനക്ഷത്രത്തിന് ഒരു മനുഷ്യൻ്റെ സ്വഭാവത്തെയും ഭാഗ്യാനുഭവങ്ങളെയും ഒക്കെ ഒരു പരിധിവരെ സ്വാധീനിക്കാൻ സാധിക്കും. ചില ജന്മനക്ഷത്രത്തിലുള്ള സ്ത്രീകൾ പുരുഷന്മാർക്ക് ഒരു ഭാഗ്യമായി മാറും. ഇപ്പോൾ വിവാഹം കഴിക്കുന്ന സമയത്ത് ചില പുരുഷന്മാരൊക്കെ വിചാരിക്കും, എനിക്ക് ഇന്ന ജന്മനക്ഷത്രത്തിലുള്ള സ്ത്രീയെ കിട്ടിയിരുന്നുവെങ്കിൽ നന്നായിരുന്നു, എൻ്റെ ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ അവൾക്ക് കൊണ്ടുവരാൻ കഴിയും, അല്ലെങ്കിൽ ഇന്ന നക്ഷത്രത്തിലുള്ള സ്ത്രീകൾ വളരെ ഭാഗ്യശാലികളാണ്, അവരുടെ ജീവിതം വളരെ മനോഹരമായി കൈകാര്യം ചെയ്യും എന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഭർത്താവിന് ഭാഗ്യമായി മാറുന്ന ചില സ്ത്രീകളെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. ആത്മവിശ്വാസികളും ധൈര്യശാലികളുമാണ് ഈ നക്ഷത്രത്തിലുള്ള സ്ത്രീകൾ. ബുദ്ധിശക്തി, ഗാഠമുള്ള മുഖഭാവം, വലിയ നെറ്റി, നീണ്ട മൂക്ക്, തുളച്ചു കയറുന്ന നോട്ടം എന്നിവയെല്ലാം ഇവരുടെ ഒരു പ്രത്യേകതയാണ്. ദൃഢനിശ്ചയവും സ്ഥിരവും കൂടിച്ചേരുമ്പോൾ താൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യസ്ഥാനത്ത് നിഷ്പ്രയാസം എത്തിച്ചേരുന്നവരാണ് ഈ നക്ഷത്രത്തിലുള്ള സ്ത്രീകൾ. കുടുംബവും ജീവിതവും സന്തോഷകരമായ അന്തരീക്ഷവും വേണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നു. മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ സ്വീകരിച്ച് നല്ലത് തിരഞ്ഞെടുക്കാൻ അസാമാന്യ കഴിവുള്ളവരാണ് ഈ നക്ഷത്രത്തിലെ സ്ത്രീകൾ. അശ്വതി നക്ഷത്രക്കാരായ സ്ത്രീകൾ ജീവിത പങ്കാളിക്ക് ഭാഗ്യമാണ്. സൗന്ദര്യമുള്ളവരും ധനസ്ഥിതിയുള്ളവരുമായിരിക്കും ഇവർ. ഇവരോട് സംസാരിക്കുന്നതും ഇവരുമായുള്ള കൂട്ടുകെട്ടുമൊക്കെ വളരെ ഐശ്വര്യപ്രദമായിരിക്കും. ശുദ്ധ മനസ്സും ഈശ്വരഭക്തിയും ഗുരുഭക്തിയുമൊക്കെ ഉള്ളവരാണ് ഈ നക്ഷത്രത്തിലെ സ്ത്രീകൾ. കുടുംബത്തിലും ഔദ്യോഗിക രംഗത്തും നല്ലപോലെ ശോഭിക്കുവാൻ ഇവർക്ക് കഴിയും. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. ഈ നക്ഷത്രജാതർ സ്ഥിരചിത്തരും സൗന്ദര്യമുള്ളവരുടെ സാമീപ്യം ഗൃഹത്തിന് തന്നെ ഐശ്വര്യമാണ്. വിട്ടുവീഴ്ചയോടെ പെരുമാറുന്ന സ്വഭാവക്കാരികളാണ് ഈ നക്ഷത്രത്തിലുള്ള സ്ത്രീകൾ. സൗന്ദര്യമുള്ളവരും സ്വഭാവ ഗുണമുള്ളവരും ആഡംബരപ്രിയരുമായിരിക്കും ഇവർ. ജീവിതത്തിൽ ഒരു നല്ല അടിത്തറ പണിതുയർത്താൻ ഇവർക്ക് കഴിയും. ലൗകിക സുഖത്തിലും സമ്പത്തിലും പ്രതിപത്തിയുള്ളവരാകയാൽ ഭാവിയിലേക്കുള്ള സമ്പാദ്യത്തിന് ഇവൾ വളരെ പ്രാധാന്യം നൽകും. രോഹിണി നക്ഷത്രാധിപനായ ചന്ദ്രനും രാശ്യാധിപനായ ശുക്രനും സ്ത്രീ ഗ്രഹങ്ങളായതിനാൽ രോഹിണിക്കാരിൽ സ്ത്രീകളിൽ പ്രത്യേകിച്ച് കൂടുതലായി കാണാറുള്ള ശിശുവാത്സല്യം, മുഖപ്രസാദം, പരോപകാര പ്രവണത, ആകർഷകമായ പെരുമാറ്റം, ലാളിത്യം എന്നീ ഗുണങ്ങൾ ഇവർക്ക് ഉണ്ടായിരിക്കും. രോഹിണി നക്ഷത്രക്കാരുടെ വിവാഹ ജീവിതം പൊതുവേ നന്നായിരിക്കും. രോഹിണിയിൽ ജനിച്ച സ്ത്രീകൾ സ്നേഹനിധികളായ ഭാര്യമാരും വാത്സല്യമുള്ള അമ്മമാരുമായിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. ക്ഷമയുള്ള നല്ല പങ്കാളിയായിരിക്കും. ഇവരുടെ പ്രവർത്തികൾ മറ്റുള്ളവരെ ആകർഷിക്കും. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. ദാമ്പത്യ ജീവിതം പൊതുവെ സന്തോഷകരമായിരിക്കും ഈ കാർത്തിക നക്ഷത്രത്തിലെ സ്ത്രീകളുടേത്. താരതമ്യേന കുറഞ്ഞ പ്രായത്തിൽ ഇവരുടെ വിവാഹം നടക്കും. കാർത്തകിയിൽ ജനിച്ചവർ തേജസ്സികളുടെ പ്രഭുതുല്യരും വിദ്യയോടും ധനത്തോടും കൂടിയവരുമായിരിക്കുമെന്നാണ് പറയുന്നത്. വളരെയധികം സൗന്ദര്യബോധമുള്ളവർ മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറാനും തന്നെപ്പറ്റി മറ്റുള്ളവരിൽ നല്ല അഭിപ്രായം വളർത്തുന്നതിനും ഇവർക്ക് സാധിക്കും. എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ ഭംഗിയായി ക്രമീകരിക്കുകയും അത് സൂക്ഷിക്കുകയും ഒക്കെ ഇവർ ചെയ്യും. സംഗീതത്തിലും നൃത്തത്തിലുമൊക്കെ ഇവർക്ക് താല്പര്യം കാണും. കലാമേഖലയിലൊക്കെ ഇവർ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കും. കുറഞ്ഞത് ഇവർ ഇക്കാര്യങ്ങളിലൊക്കെ ഒരു ആസ്വാദകരെങ്കിലും ആയിരിക്കും. സ്വന്തം പ്രവൃത്തി കൊണ്ട് മാത്രമേ കാർത്തികക്കാർക്ക് ഉയർച്ചയുണ്ടാകൂ. വീട്ടുകാരുടെയോ അല്ലെങ്കിൽ സഹോദരങ്ങളുടെയോ ബന്ധുക്കളുടെയോ ഒന്നും ഗുണം ഇവർക്ക് ലഭിക്കില്ല. സ്വന്തം കാലിൽ നിന്ന് ഉയർച്ച നേടാൻ ഇവർക്ക് കഴിയും. പ്രവൃത്തിയിൽ ഇറങ്ങിയാൽ ദൃഢനിശ്ചയത്തോടുകൂടി അത് ലക്ഷ്യത്തിലെത്തിക്കാൻ ഇവർ ശ്രമിക്കും. കാര്യങ്ങൾ ആത്മാർത്ഥതയോടുകൂടി ഇവർ ചെയ്യും. അടുത്തത് പുണർദം നക്ഷത്രമാണ്. വിട്ടുവീഴ്ച സ്വഭാവമാണ് ഇവരുടെ പ്രത്യേകത. ക്ഷമാശീലമുള്ളവരാണ് ഈ പുണർദം നക്ഷത്രത്തിലെ സ്ത്രീകൾ. ഇവർ ബുദ്ധിശാലികളും വിശാല മനസ്കരും സൗമ്യതയുള്ളവരുമായിരിക്കും. ഓരോ കാര്യത്തിൻ്റെയും നന്മ തിന്മകളെ തിരിച്ചറിയാൻ കഴിവുള്ള ഇവർ അന്യരുടെ കാര്യങ്ങളിൽ അധികം ഇടപെടാറില്ല. കാര്യങ്ങളെ ബുദ്ധിപൂർവം ഗ്രഹിച്ച് എല്ലാ വശവും ചിന്തിച്ച് പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നവരാണ് ഇക്കൂട്ടം.
ഒരു കാര്യത്തിലും എടുത്തുചാട്ടം കാണിക്കില്ല. പുണർദം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ പുണ്യകാര്യങ്ങളിൽ താല്പര്യവും ഉണ്ടാകുന്നവരാണ്. അതുമാത്രമല്ല, ഇവർക്ക് അഹന്ത ഉണ്ടാകില്ല. നല്ല സ്വഭാവവും ഗാർഹിക കാര്യങ്ങളിൽ താല്പര്യമുള്ളവരും ഭർത്താവിൻ്റെ സാമീപ്യത്തോടു കൂടിയുള്ളവരുമായിരിക്കും ഇവർ. അടുത്തത് മകം നക്ഷത്രമാണ്. മകം പിറന്ന മങ്ക എന്നതുപോലെ തന്നെ മകം സ്ത്രീകൾക്ക് വളരെ നല്ലതാണ്. ലക്ഷ്യബോധത്തോടെയുള്ള ജീവിതമായിരിക്കും ഇവരുടെ. പൊതുവെ നല്ല ആരോഗ്യസ്ഥിതിയും സാമ്പത്തിക നിലയും ഇവർക്ക് ഉണ്ടാകും. ആത്മാർത്ഥതയും നിസ്വാർത്ഥ സേവനവും ഉള്ളവരാണ് ഇക്കൂട്ടം. ഇതു കാരണം ചില അവസരങ്ങളിൽ ഇവർക്ക് ചില നേട്ടങ്ങളൊക്കെ കൈവരും. തൻ്റെ ഇടമുള്ളവരായിരിക്കും ഇവർ. സ്വന്തം പ്രയത്നത്തിലൂടെ ഇവർ സമ്പാദിച്ച് എടുക്കും. കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കാൻ ഇവർ മിടുക്കരായിരിക്കും. മകം നക്ഷത്രക്കാരി ഒരു വീട്ടിലുണ്ടെങ്കിൽ അധികാര കേന്ദ്രം അവളായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അടുത്തത് ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രത്തിലുള്ള സ്ത്രീകൾ തൊടുന്നതെല്ലാം പൊന്ന് എന്നാണ് പ്രമാണം. നേതൃപാടവവും വ്യക്തിത്വ പ്രഭാവവും ഉന്നത പദവികളിൽ എത്തിച്ചേരുന്നവരും സുഖലോലുപതയോടുകൂടിയ ജീവിതം നയിക്കുന്നവരുമായിരിക്കും ഉത്രം നക്ഷത്രത്തിലെ സ്ത്രീകൾ. ഇവർ പല കാര്യങ്ങളിലും ഭാഗ്യമുള്ളവരായിരിക്കും. ശത്രുക്കളെ ജയിക്കുന്നവരും സുന്ദരിയും നല്ല സന്താനങ്ങളുള്ളവളുമായിരിക്കും ഈ നക്ഷത്രത്തിലെ സ്ത്രീകൾ. നയശീലരും വ്യവഹാരപ്രിയരും ശാസ്ത്ര താല്പര്യമുള്ളവരും മറ്റുള്ളവരോട് ഇഷ്ടം തോന്നുന്ന രീതിയിൽ സംസാരിക്കുന്ന സ്ത്രീകളുമായിരിക്കും ഇവർ. ഇവർ സൽക്രമം ചെയ്ത് പുണ്യം നേടുന്ന ആളുകളായിരിക്കും. മാത്രമല്ല, കൃതജ്ഞതയുള്ള സ്ത്രീകളാണ് ഈ നക്ഷത്രത്തിലുള്ളവർ. ഇവർ ശാന്തരായിരിക്കും. സമാധാനകാംക്ഷികളായ ഇവർ നല്ല വാക്കുകൾ ഇഷ്ടപ്പെടുന്നു. കഴിവതും ആരോടും ശത്രുത പുലർത്താൻ ഇഷ്ടപ്പെടാത്തവരായിരിക്കും ഇവർ. അടുത്തത് ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ മനഃശക്തിയുള്ള ആളുകളായിരിക്കും. മിക്ക കാര്യങ്ങളും മുൻകൂട്ടി കാണാനുള്ള ഒരു പ്രത്യേക കഴിവ് ഈ നക്ഷത്രത്തിലുള്ളവർക്കുണ്ട്. ബുദ്ധിശാലികളും സമാധാനകാംക്ഷികളുമാണ്. പ്രവർത്തന ചാതുര്യമുള്ളവരായിരിക്കും. എല്ലാവരോടും സ്നേഹമായിട്ട് ഇവർ പെരുമാറും. അന്യരുടെ അഭിപ്രായങ്ങൾ ശ്രദ്ധിക്കുകയും അവരോട് വിധേയത്വം പ്രകടിപ്പിക്കുകയും ചെയ്യുമെങ്കിലും സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങളൊക്കെ ഇവർ നടപ്പാക്കുകയുള്ളൂ. ഭർത്താവിന് ഉണ്ടാവുന്ന പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഉചിതമായ ഇടപെടലിലൂടെ ഇവർ കാര്യങ്ങൾ വരുതിയിലാക്കും. ഇക്കൂട്ടർ നൽകുന്ന മാനസിക പിന്തുണ പങ്കാളിയുടെ ഉയർച്ചയ്ക്ക് കാരണമാകും. ഉയർച്ചയിൽ ആഗ്രഹമുള്ളവരാണ്. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇവർ ഉയർച്ചയിലേക്ക് കൊണ്ടുവരാൻ അവരെയും പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കും. ഇവർ പങ്കാളിയോട് പെരുമാറ്റത്തിൽ കണിശക്കാരായിരുന്നാലും ദയാലുക്കളാണ്. പങ്കാളിയോട് സ്നേഹമുള്ള സ്ത്രീകളാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ.